ഓം ശ്രീനാരായണ പരമഗുരവേ നമഃ. പ്രിയ ശ്രോതാക്കളെ, സുഹൃത്തുക്കളെ, തമിഴ്നാടിൻ്റെ തലസ്ഥാനമായ ചെന്നൈ നഗരം, മുൻപ് ഇതിൻ്റെ പേര് മദ്രാസ് എന്നായിരുന്നു. അവിടെ ധർമ്മലിംഗം മുതലിയാർ എന്ന ഒരു ധനികനുണ്ടായിരുന്നു. അദ്ദേഹത്തിന് എല്ലാവിധ സുഖസൗകര്യങ്ങളും സമ്പത്തും സ്ഥാനമാനങ്ങളും പരിചാരകരും ഒക്കെ ഉണ്ടായിരുന്നെങ്കിലും സന്താനഭാഗ്യം മാത്രം ഉണ്ടായില്ല. മരുന്ന് സേവയും മന്ത്രോപചാരങ്ങളും ഒക്കെ ചെയ്തു നോക്കിയെങ്കിലും ഭാര്യ ഗർഭിണിയായില്ല. അറിയപ്പെടുന്ന മഹാക്ഷേത്രങ്ങളിലെല്ലാം പോയി പ്രാർത്ഥിച്ചു, പൂജകളും വഴിപാടുകളും എല്ലാം നടത്തി. യാതൊരു ഫലവും ഉണ്ടായില്ല. ഒടുവിൽ കാഞ്ചീപുരത്തെ ശ്രീനാരായണാശ്രമത്തിൽ എത്തി. അവിടുത്തെ മഠാധിപതിയും ശ്രീനാരായണ ഗുരുദേവൻ്റെ ശിഷ്യനുമായ ഗോവിന്ദാനന്ദ സ്വാമികളെ കണ്ടു. സന്തതി ഉണ്ടാകാൻ അനുഗ്രഹിക്കണമെന്ന് അപേക്ഷിച്ചു. അദ്ദേഹം പറഞ്ഞു, അതിന് തക്ക ശക്തിയൊന്നും എനിക്കില്ല. എൻ്റെ ഗുരുവായ ശ്രീനാരായണ ഗുരു അനുഗ്രഹിച്ചാൽ നിങ്ങളുടെ ആഗ്രഹം സഫലമാകും. അദ്ദേഹം കേരളത്തിൽ വർക്കല എന്ന സ്ഥലത്ത് ശിവഗിരി എന്ന മഠത്തിലിരിക്കുന്നു. നിങ്ങൾ ആ ദിവ്യാത്മാവിനെ ചെന്ന് കാണൂ. ഗോവിന്ദാനന്ദ സ്വാമിയുടെ ഉപദേശമനുസരിച്ച് അവർ ശിവഗിരിയിൽ വന്ന് ഗുരുദേവനെ സന്ദർശിച്ചു. പുഷ്പഫലാദികൾ ഗുരുപാദങ്ങളിൽ സമർപ്പിച്ച് നമസ്കരിച്ചു. സന്തതി ഉണ്ടാകാൻ അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിച്ചു. ഗുരുദേവൻ പറഞ്ഞു, നമുക്ക് കുട്ടികളെ നിർമ്മിക്കുന്ന വിദ്യയൊന്നും അറിഞ്ഞുകൂടല്ലോ. പിന്നീട് അദ്ദേഹം അവർ അവിടെ സമർപ്പിച്ചതിൽ നിന്നും ഒരു പഴം എടുത്ത് ധർമ്മലിംഗത്തിൻ്റെ ഭാര്യയ്ക്ക് കൊടുത്തു. അവർ അത് അമൃത് കിട്ടിയതുപോലെ ഭക്ഷിച്ചു. ഗുരുദേവൻ അവർക്ക് യാത്രാനുമതി നൽകി. കൃത്യം 1 വർഷം കഴിഞ്ഞപ്പോൾ ആ സ്ത്രീ ഒരു ആൺകുട്ടിയുമായി ഭർത്താവിനോടൊത്ത് ശിവഗിരിയിൽ വന്നു. ഒരു തളികയിൽ 1001 പണവും പുഷ്പഫലങ്ങളും ഗുരുദേവപാദങ്ങളിൽ സമർപ്പിച്ച് നമസ്കരിച്ചു. ശാരദാദേവിക്ക് പൊന്മാല സമർപ്പിച്ചു. മാത്രവുമല്ല, അവർ അവിടെ നിന്ന് ബ്രഹ്മവിദ്യാ മന്ദിരവും സത്രവും പണിയിപ്പിച്ച് നൽകുകയും ചെയ്തു. നമസ്കാരം.